നമസ്കാരം. പിണറായി വിജയനെയൊക്കെ ചൂണ്ടുവിരലിൽ നിർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സി പി ഐക്ക്. അത് അയവിറക്കുകയാണ് ഇപ്പോൾ സി പി ഐ. മുന്നണി മാറ്റം വേണ്ടി പാർട്ടിയിൽ ചർച്ചയാകുന്നു. കോൺഗ്രസിനൊപ്പം നിന്നപ്പോൾ പാർട്ടിക്ക് ഗുണമുണ്ടായതിനെക്കുറിച്ച്, സി പി എമ്മിനൊപ്പം നിന്നപ്പോൾ ഉണ്ടായ നഷ്ടങ്ങൾ, അതിനെക്കുറിച്ച്, ദേശീയ തലത്തിൽ കോൺഗ്രസിനൊപ്പം നിൽക്കാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ ആയിക്കൂടാ എന്നുള്ള ചിന്ത, ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. സി പി ഐ ജില്ലാ നേതൃയോഗങ്ങളിലൊക്കെ വരുന്ന ചില വിമർശനങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇത് തന്നെയാണ്. ഇടുക്കിയിലാണെങ്കിലും തൃശ്ശൂരിലാണെങ്കിലും കൊല്ലത്തുമൊക്കെ ഉയർന്ന കടുത്ത വിമർശനങ്ങളുടെ എല്ലാം കുന്തമുന നീളുന്നത് ഒറ്റ പേരിലേക്കാണ്. അതായത് സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് സി പി ഐ നേതൃയോഗങ്ങളിൽ ഉയരുന്നത്. മുന്നണി മാറ്റം അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലേക്ക് വരെ ഈ സി പി ഐ നേതൃയോഗങ്ങളിൽ വിമർശനം ഉയരുന്നു എന്നുള്ളതാണ്. 2 സീറ്റെങ്കിലും പ്രതീക്ഷിച്ചെടുത്ത് അപ്രതീക്ഷിത തോൽവിയേറ്റതിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളായി ഈ പ്രതികരണങ്ങളെ തള്ളിക്കളയാമെങ്കിൽ കൂടിയും സി പി ഐയിൽ ഉയരുന്ന ചില വിമർശനങ്ങൾ നേതൃത്വത്തിനുമൊപ്പം തന്നെ മുന്നണിക്കും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല എന്നുകൂടി പറയട്ടെ. രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കം മുതൽ സി പി ഐയിൽ സി പി എം നയങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിനെതിരായിട്ടുള്ള വിമർശനങ്ങളാണ് സി പി ഐ നിരന്തരം ഉന്നയിച്ചു വന്നിരുന്നതെങ്കിലും ഇടതുമുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് രണ്ടാം പിണറായി സർക്കാർ പിന്നോട്ട് പോകുന്നതായി പാർട്ടിക്കുള്ളിൽ എതിർപ്പ് അത് ശക്തമാവുകയും ചെയ്തിരുന്നു. എന്നാൽ സി പി എമ്മുമായി നല്ല ബന്ധം സൂക്ഷിക്കുവാനുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനത്തിന്, അല്ലെങ്കിൽ ആ തീരുമാനത്തിന് മുന്നിൽ ഈ വിമർശനങ്ങൾ എല്ലാം തന്നെ അപ്രസക്തമായി പോയി എന്നതാണ്. എന്നാൽ സി പി ഐയിൽ സമവാക്യങ്ങൾ മാറുകയും ഗ്രൂപ്പ് പോരുകൾ ശക്തമാവുകയും ചെയ്തതോടെ വീണ്ടും സി പി എം വിമർശനങ്ങൾ, അല്ലെങ്കിൽ സി പി എമ്മിനെതിരെയുള്ള വിമർശനങ്ങൾ തലപൊക്കി തുടങ്ങി എന്നുള്ളതാണ്. ഗോവിന്ദൻ സി പി ഐയുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായിട്ടുള്ള പല വിമർശനങ്ങളെയും, അല്ലെങ്കിൽ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരെ മാറിയിട്ടുണ്ട് മുൻപ്. പക്ഷേ എന്നാൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ ചർച്ച ചെയ്ത ഇതെല്ലാം പലപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട്. സി പി ഐ തങ്ങൾക്കൊപ്പം വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പലതവണ അവരോട് സമീപിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ പലപ്പോഴും നിരാശരാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്തവണയും ഈ വിമർശനങ്ങൾ പാർട്ടി യോഗങ്ങൾക്ക് അപ്പുറത്തേക്ക് വളർത്താൻ നേതൃയോഗം അല്ലെങ്കിൽ നേതൃത്വം ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയട്ടെ. ഇതാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ അതല്ലായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. വിമർശനങ്ങൾ മയപ്പെടുത്തി സി പി എമ്മിനോട് കൂടുതൽ അടുത്ത് നിന്നാൽ പാർലമെൻ്ററി പാർട്ടി രംഗത്ത് വിജയം ആവർത്തിക്കുവാൻ സാധിക്കുമെന്ന തോന്നൽ, അത്തരത്തിലൊരു തോന്നൽ സി പി ഐയിലെ പല ഉന്നത നേതാക്കൾക്കും ഇപ്പോഴുമുണ്ട് എന്നുള്ളത്. എന്നാൽ ഇതിനെ നഖശിഖാന്തം എതിർക്കുന്ന ഓൾഡ് സ്കൂൾ നേതാക്കൾ ഇപ്പോഴും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സജീവമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കാതെയും തിരുത്തേണ്ടടുത്ത് തിരുത്താതെയുമായി ഇരുന്നാൽ ഇടതുമുന്നണി കൂടുതൽ ജനങ്ങളിൽ നിന്ന് അകലുമെന്ന് ഈ വിഭാഗം ശക്തമായി വാദിക്കുകയാണ്. എന്നാൽ ഇതിനെ ഗൗരവത്തിലെടുക്കാനോ മുന്നണിയിൽ ചർച്ച ചെയ്യുവാനോ ഈയിടെ ഈ സി പി എം നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. സി പി ഐയുടെ വിയർപ്പ് മറന്ന് മുസ്ലിം ലീഗിനോട് അടുക്കുന്ന ഒരു സി പി എം സംവിധാനം ഇവിടെ ഉണ്ട്. നേരത്തെയും മുന്നണി മാറണമെന്ന ആവശ്യങ്ങൾ സി പി ഐക്കുള്ളിൽ ശക്തമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സി പി ഐയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള പല വിമർശനങ്ങളും മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് മുൻപ് പലപ്പോഴും മാറിയിട്ടുണ്ട്. എന്നാൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ ചർച്ച ചെയ്ത് പലപ്പോഴും ഇതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുമുണ്ട്. സി പി ഐ തങ്ങൾക്കൊപ്പം വരണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പലതവണ ഇവരോടൊപ്പം ചേരുകയും നിരാശരാവുകയും ചെയ്തൊരു കാലഘട്ടവും ഉണ്ടാകും. പക്ഷേ ഈ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പാർട്ടി യോഗങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിനൊന്നും വളർത്തരുതെന്ന് നേതൃത്വം പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാകാൻ പോവുകയാണിത്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിന് മുസ്ലിം ലീഗിനോട് വർദ്ധിച്ച ഒരു അമിതമായിട്ടുള്ളൊരു വാത്സല്യമുണ്ടായിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അങ്ങനെ സി പി ഐ അത് ചൊടിപ്പിച്ചിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുസ്ലിം ലീഗിനെ പ്രീണിപ്പിക്കുവാനുള്ള സി പി എമ്മിൻ്റെ ശ്രമം തിരിച്ചടിയാകും എന്ന് തന്നെ സി പി ഐയിൽ മുൻകൂട്ടി തന്നെ വിമതശർപ്പം അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് മുഖവിലക്കെടുക്കാൻ സി പി എം തയ്യാറായോ? ഇല്ല. പൗരത്വ ഭേദഗതി അടക്കമുള്ള ദേശീയ വിഷയങ്ങളിൽ ഊന്നി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുവാനുള്ള സി പി എമ്മിൻ്റെ തീരുമാനം അത് തിരിച്ചടിയാകുമെന്നും പ്രാദേശിക വിഷയങ്ങളിൽ എൽ ഡി എഫിന് മറുപടി നൽകാൻ സാധിക്കുന്നില്ല എന്നും സി പി ഐയിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ അന്നുണ്ടായിരുന്നു. അതാരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. സാമ്പത്തിക പ്രതിസന്ധിയും പെൻഷൻ ആനുകൂല്യങ്ങളും മുടങ്ങുന്നതടക്കം, മാത്രമല്ല സപ്ലൈകോയിൽ സാധനങ്ങളില്ലാത്തതുവരെയുള്ള നേരങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങളിലൊന്നും മുന്നണി ഒന്നും മിണ്ടാതിരിക്കുന്നത് ശരിയല്ല എന്ന് സി പി ഐയിൽ പലതവണ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അത് ഒരിടത്തും പറഞ്ഞു കേട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സി അച്യുതമേനോൻ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മറച്ചുവെക്കുവാൻ ശ്രമിക്കുന്ന സി പി എം അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന രാജൻ കൊലക്കേസ് മറവിയിലേക്ക് വീഴാതെ സൂക്ഷിക്കുകയും കൃത്യമായ ഇടവേളകളിൽ അത് ഓർമ്മിപ്പിക്കുന്നതിനും പിന്നിൽ സി പി ഐയെ ഒതുക്കുവാനുള്ള നീക്കങ്ങളാണ് എന്ന് സി പി ഐയിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ടെന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും നേരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ മുന്നണിയുടെ ശോഭ തന്നെ കെടുത്തുന്നുണ്ട് എന്ന് തുറന്നു പറയുവാൻ കെൽപ്പുള്ളൊരു സംസ്ഥാന നേതൃത്വം ഇല്ലാതെ പോയെന്ന വിലാപങ്ങൾ അത് ഈ സി പി ഐ നേതൃയോഗങ്ങളിൽ പതിവായി മാറുന്നു എന്നുള്ളതാണ്. സി പി ഐയുടെ വകുപ്പുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അമിതമായിട്ടുള്ള ഇടപെടലുകളുണ്ട്.
അതും വകുപ്പുകളെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അനുവദിക്കില്ല എന്നുള്ളതും CPIയിൽ വിമർശനങ്ങളായി ഇപ്പോഴും നിലനിൽക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയിലേക്ക് അല്ലെങ്കിൽ തോൽവിക്ക് പിന്നാലെ CPIയിൽ ഉറപ്പായും കടുത്ത വിമർശനങ്ങൾ ഉടലെടുക്കുമെന്ന തിരിച്ചറിവാണ് രാജ്യസഭാ സീറ്റിൽ തർക്കങ്ങളില്ലാത്ത ഒരു ഒത്തുതീർപ്പിന് CPM തയ്യാറായത് എന്ന് മനസ്സിലാക്കുക. രാജ്യസഭാ സീറ്റ് വച്ചു നീട്ടിയത് കൊണ്ട് മാത്രം വിമർശനങ്ങൾ ഒതുങ്ങുന്നില്ല എന്ന് CPIയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം CPM ഓർക്കുക. CPI തങ്ങൾക്കൊപ്പം വരുന്നത് കോൺഗ്രസ് എന്നതും ഒരു സന്തോഷകരമായ കാര്യമാണ്. അതിൻ്റെ മുൻകാല നേതാക്കൾക്ക് ഈ കോൺഗ്രസ് തൊട്ടുകൂടാത്തവരാണ് എന്ന അഭിപ്രായം ഇല്ലായിരുന്നു. കോൺഗ്രസിനൊപ്പം നിന്നപ്പോൾ ലഭിച്ച മുഖ്യമന്ത്രി സ്ഥാനം അയവിറക്കുന്നവർ പാർട്ടിയിൽ ഇന്നും സജീവമാണ് എന്നുള്ളതാണ്. അച്യുതമേനോൻ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അത് മറച്ചുവെക്കുവാൻ ശ്രമിക്കുന്ന CPM അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ചില പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, രാജ്യം കൊലക്കേസ് പോലുള്ളവ മറവിയിൽ വീഴാതെ വീണ്ടും ഇടപെടലുകൾ അതിനെടുത്ത് ഓർമ്മിപ്പിക്കുന്നത് CPI ഒതുക്കുവാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് എന്നുള്ളത് ഇപ്പോഴും അതിനകത്ത് വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ അതിന് അർത്ഥം CPI വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഭൂരിഭാഗം പ്രവർത്തകരും CPI പ്രവർത്തകരും അനുഭാവികളും കടുത്ത CPM വിരുദ്ധരോ വിമർശകരോ ആണെന്നത് ഒരു വസ്തുതയായി മാറുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ പ്രാദേശിക വിഷയങ്ങൾ മുതൽ സർക്കാർ നയങ്ങളോടുള്ള വിയോജിപ്പ് വരെ ഈ വിരുദ്ധതയ്ക്ക് പിന്നിലുണ്ട്. ഭരണവിരുദ്ധതയല്ല, പാർട്ടി വിരുദ്ധതയാണ്. അധികാരത്തിനൊപ്പം നിൽക്കുമ്പോൾ മാത്രം വളരുന്ന പാർട്ടി എന്ന നിലയിൽ ഉടനൊരു മുന്നണി മാറ്റം CPIക്ക് അസാധ്യമാണെന്ന വിലയിരുത്തൽ ഉണ്ട് എങ്കിൽ കൂടിയും CPMൽ നിന്ന് ജനങ്ങൾ അകലുന്നതോ ആ പാർട്ടിയിലെ മൂല്യച്യുതിയോ ഒന്നുമല്ല CPI ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പിണറായി വിജയനോടും CPMനോടും എതിർപ്പ് കൃത്യമായി രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ അങ്ങനെ രേഖപ്പെടുത്തുന്ന ഒരു പാർട്ടി നേതൃത്വം അതില്ലാതായിരിക്കുന്നു. CPIയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഭൂരിഭാഗവും ആരാധിക്കുന്നതും കൊണ്ടു നടക്കുന്നതും അത്തരത്തിലുള്ള ചില ചിന്തകളാണ്. പാർട്ടി പിളർന്ന കാലത്ത് EMSഉം MN ഗോവിന്ദൻ നായരും തമ്മിലുണ്ടായിരുന്ന ഏറ്റുമുട്ടലുകളിൽ തുടങ്ങി CPMനെ മുൾമുനയിൽ നിർത്തിയ വെളിയം ഭാർഗവൻ്റെ കാലവും പിണറായി വിജയനെന്ന് മാത്രം വിളിച്ചു പോന്നിരുന്ന CK ചന്ദ്രപ്പൻ്റെ കാലവുമൊക്കെ CPIക്കാർക്ക് എപ്പോഴും ആവേശമാണെന്നറിയാവുന്ന കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് വലവീശൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ വലയിൽ വീഴാതിരിക്കുവാൻ ശ്രദ്ധാലുക്കളാകുന്ന CPI നേതൃത്വം ഒരു പരിധിക്കപ്പുറത്തേക്ക് വിമർശനങ്ങളെ അഴിച്ചുവിടാതെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. നമുക്കറിയാമല്ലോ, ഇവിടെ പലപ്പോഴും വെളിയം ഭാർഗവനാണെങ്കിലും CK ചന്ദ്രപ്പനാണെങ്കിലും അധികാരത്തിനൊപ്പം നിൽക്കുമ്പോൾ മാത്രം വളരുന്ന പാർട്ടി എന്ന നിലയിൽ ഉടനൊരു മുന്നണി മാറ്റം CPIക്ക് അസാധ്യമാണെന്നുള്ള വിലയിരുത്തൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. എന്നാൽ CPMൽ നിന്ന് ജനങ്ങൾ ഇപ്പോൾ അകന്നു പോകുന്നുണ്ടോ? ആ പാർട്ടിയിലെ മൂല്യച്യുതി സംഭവിക്കുന്നുണ്ടോ? ഇതൊക്കെ CPI ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളായി മാറുന്നു. BJPയുടെ വളർച്ചയാണ് മറ്റൊന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ച തൃശ്ശൂർ CPIയുടെ കോട്ടയാണ് എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ കൂടി. പക്ഷേ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള 2 ജില്ലകളിൽ ഒന്ന് എന്ന് പറയപ്പെടുന്നത് കൊല്ലമാണ് CPIക്ക് ശക്തിയുള്ള മറ്റൊരു ജില്ല. തൃശ്ശൂരിൽ VS സുനിൽകുമാറിനെ പോലൊരു ജനകീയനായിട്ടുള്ള നേതാവ് തോറ്റതിന് പിന്നിൽ CPMൻ്റെ പങ്ക് CPI എടുത്തു പറയുന്നുണ്ട് എന്നുള്ളതാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും തൃശ്ശൂർ പൂരം നടത്തിപ്പ് അലങ്കോലമാക്കിയ പോലീസ് നടപടിയും CPMനെതിരായിട്ടുള്ള വിമർശനമായി CPI ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെ ഈ പിണറായി വിജയൻ തൃശ്ശൂരിൽ CPMഉം പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ പോലും ജയം CPIക്കൊപ്പമായിരുന്നു എന്നും അതുകൊണ്ട് മുന്നണി മാറുന്നതിൽ തെറ്റില്ല എന്നുമൊക്കെ CPIയിൽ ഒരു വിഭാഗം കരുതുന്നുണ്ട്. ചിലപ്പോൾ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്നവരായിരിക്കാം. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ BJPക്കുണ്ടായിട്ടുള്ളൊരു വളർച്ചയുണ്ട്. CPIയെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നൊരു വളർച്ച. ഇവിടെ CPMഉം CPIക്കും ഒരുപോലെ ദുർബലമാവുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എത്ര ശ്രമിച്ചിട്ടും CPIക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ്? ഇതെല്ലാം കൊണ്ട് തന്നെ ഒരു മുന്നണി മാറ്റം CPI ഇപ്പോൾ ആഗ്രഹിച്ചാൽ അതിനെ തള്ളിക്കളയാൻ കഴിയുമോ? ഒരു രാജ്യസഭാ സീറ്റ് കൊണ്ട് മാത്രം ഈ ആവശ്യത്തെ തടയാൻ CPMന് സാധിക്കുമോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാലഘട്ടത്തിലൂടെ CPI കടന്നു പോകുന്നു എന്നുള്ളതാണ്. പിണറായി വിജയനെയൊക്കെ ചൂണ്ടുവിരലിൽ നിർത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു CPIക്ക്. അത് CK ചന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ, വിജയനെന്ന് മാത്രം വിളിച്ചിരുന്ന CK ചന്ദ്രപ്പനെ പോലുള്ള CPIയുടെ ആരാധ്യനായ നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണിത്. വെളിയം ഭാർഗവനെ പോലെ കർക്കശക്കാരനായ ഒരു നേതാവുണ്ടായിരുന്ന പാർട്ടിയാണ് CPI. ഇന്ന് നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് പിണറായി വിജയനെതിരെയോ CPMനെതിരെയോ കടുത്ത ഭാഷയിലൊന്നൊരു വിമർശനം നടത്താൻ പോലും കഴിയാത്ത നേതൃത്വമായി പോകുന്നു എന്നുള്ളത് സഹതപിക്കുന്നുണ്ട് അതിനകത്തെ പാർട്ടി അണികളും നേതാക്കളും അടക്കം. പക്ഷേ ആരെങ്കിലുമൊക്കെ ഒന്ന് ഉയർന്ന് പ്രവർത്തിക്കേണ്ടി വരും. കാരണം പിണറായിയുടെ കാലത്തോ അല്ലെങ്കിൽ CPMനോടൊപ്പം നിന്നപ്പോഴോ ഉണ്ടായ നഷ്ടങ്ങളെക്കാൾ നല്ലതായിരുന്നു അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം നേടിയെടുത്ത നേട്ടങ്ങളെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം CPIക്കുള്ളതുകൊണ്ട് തന്നെ CPIയുടെ മുന്നണി മാറ്റം ചിലപ്പോൾ യാഥാർത്ഥ്യമായേക്കാം. ഈ 2 വർഷക്കാലത്തെ മന്ത്രിവാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ CPI പടിയിറങ്ങുന്ന കാലവും വിദൂരമല്ല. ഒപ്പം തന്നെ മുസ്ലിം ലീഗിനോടുള്ള ഒരു പ്രീണന സമീപനം സ്വീകരിക്കുന്ന പിണറായി വിജയന് UDFൽ നിന്ന് എങ്ങനെയും മുസ്ലിം ലീഗിനെ കൊത്തിയെടുത്ത് അടർത്തി മാറ്റി ഇടതുമുന്നണി പാളയത്തിലേക്ക് കൊണ്ടുവരികയും ഇവിടെ നിന്ന് CPI വിട്ടുപോയാലും തങ്ങൾക്കൊന്നുമില്ല എന്ന് കരുതുന്ന തരത്തിലേക്കുമുള്ള ചില പ്രതികരണങ്ങൾ
അങ്ങനെയുള്ള ചില ശരീരഭാഷകളൊക്കെ പിണറായി വിജയൻ ഉപയോഗിക്കുന്നിടത്തോളം കാലം CPI ചിലപ്പോൾ ഇടതുമുന്നണി സംവിധാനത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ പാളയത്തിലേക്ക് പോകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ചിലപ്പോൾ പിണറായി വിജയൻ പരാജയപ്പെട്ടു പോകുന്നത് അവിടെയായിരിക്കാം. മുസ്ലിം ലീഗിനെ ക്ഷണിച്ചു വരുത്തി LDFിൻ്റെ ഭാഗമാക്കാമെന്ന് കരുതുന്നത് ഒരു മറർപ്പെടുക്കാരൻ്റെ സ്വപ്നം മാത്രമായി മാറുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം പിണറായി വിജയനെ സഹിക്കാൻ വയ്യാതെ CPI UDFിൻ്റെ ഭാഗമാവുകയും UDFിൽ നിന്ന് മുസ്ലിം ലീഗ് പുറത്തു വരാതിരിക്കുകയും ചെയ്താൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ CPM എന്ന് പറയപ്പെടുന്നത് ഒരൊറ്റ വോട്ട് പോലും ലഭിക്കാതെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുമോ എന്നുള്ള സംശയത്തിൽ കൂടിയാണ് CPMൻ്റെ അണികൾ ഇപ്പോൾ.